എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ലാസ്റ്റ് ടൈം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, മാത്രമല്ല ഞാൻ ടയർഡായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ തിരികെ അറ്റാക്ക് ചെയ്യാൻ കഴിയാഞ്ഞത്. ഇത്തവണ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, ഞാൻ തന്നെ നിന്നോട് പ്രതികാരം വീട്ടുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ മാസ്റ്ററും മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും ആണെങ്കിൽ അടുത്ത ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് അങ്ങനെ ഹായ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഗോക്കുവെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് അത് ആലോചിക്കുകയാണ്. പാലുള്ള ആ കുഞ്ഞിപ്പയ്യൻ വളരെ രസകരമായിട്ടാണ് മാസ്റ്ററോട് സംസാരിച്ചത്. അതിനുശേഷം മൊട്ടപ്പനെ കണ്ടു. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി, ബ്രദേഴ്സായി. മാസ്റ്റർ അവരെ ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ട്രെയിനിങ്ങും എല്ലാം തന്നെ കൊടുത്തു. മാസ്റ്റർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇപ്പോൾ കുഞ്ഞിപ്പയ്യന്റെ കയ്യിലുള്ള റഡാറിൽ അടുത്ത ഡ്രാഗൺ ബോളിലെ ലൊക്കേഷൻ അത് കാണിക്കുക. ഇവിടെ മാർഷൽ ആർട്സ് മാൻ പറയും, എനിക്ക് ഗോക്കുവെ കണ്ടെത്തണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിന് മാസ്റ്റർ പറയും, അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒക്കെ അവനെ കണ്ടെത്താം. അത് കേട്ട് അവർ ഞെട്ടും. കട്ട് ചെയ്താ ഇവിടെ ഗോക്കുവിനെ കാണിക്കും. ഗോക്കു ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ തവണ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇത്തവണ എന്റെ പവർ എന്താണെന്ന് നീ അറിയുമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവന്റെ ചുറ്റും വമ്പ സ്പീഡിൽ അങ്ങനെ ഓടുകയാണ്. ഗോക്കു ആണെങ്കിൽ സെക്കൻഡുകളും മിനിറ്റുകളും കഴിയുന്തോറും അവന്റെ സ്പീഡ് കൂട്ടി വരും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിന്റെ സ്പീഡ് കണ്ട് അമ്പരക്കാണ്. സ്പീഡിൽ വന്ന് ഗോക്കു ഡൈവേർട്ട് ആയ ഗ്യാപ്പിൽ ഇപ്പൊ അവന്റെ കഴുത്തിൽ ആഞ്ഞ് പഞ്ച് ചെയ്യും. അതിനുശേഷം ഓറഞ്ചം പൊറഞ്ചം അവന്റെ വയറ്റിൽ ആഞ്ഞെട്ടിച്ച് അവനെ ആകാശത്തേക്ക് പഞ്ച് തെറിപ്പിക്കും. അവന്റെ പഞ്ച് കിട്ടി കണ്ണ് തള്ളിയ അവന്റെ കഴുത്തിൽ ഗോക്കു കൈ ചുരുട്ടി ആഞ്ഞൊരട്ടി. ആ ഒരു അടിയിൽ അവൻ പൂർണ്ണമായിട്ട് തകർന്ന് നിലത്ത് അടിച്ചു വീഴും. ഇവിടെ റഡാറിലാണെങ്കിൽ വീണ്ടും ഡ്രാഗൺ ബോൾ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മുടെ മാസ്റ്റർ റോഷിയും കുഞ്ഞിപ്പയ്യനും അടയാളപ്പെടും. അത് മനസ്സിലാക്കി മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് ഇപ്പൊ പേടകം തിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവനാണെങ്കിൽ ഹായ് ആയിട്ട് അങ്ങനെ നിൽക്കും. പക്ഷെ ഗോക്കുവിനാണെങ്കിൽ ആ മോൺസ്റ്ററിനോടുള്ള കലി അതടങ്ങില്ല. ഇവിടെ ഉണ്ടപ്പം പറയും, വാവ്, നീ സത്യത്തിൽ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു, നീ പ്രോമിസ് ചെയ്ത് മറക്കരുത്, ഇതെന്റെ ലഞ്ചാണ്, ഇതൻ ഞാൻ കഴിച്ചോട്ടെ. ഗോക്കു ആണെങ്കിൽ പൂർണ്ണ സമ്മതം കൊടുക്കും. അത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ നാവിൽ വെള്ളം ഊറി അതിന്റെ അടുത്തേക്ക് വരും. പക്ഷെ അടുത്ത നിമിഷം ആ മോൺസ്റ്റർ അനങ്ങുകയാണ്. മൂവ് ചെയ്യുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഷോക്കായി അതിനെ തന്നെ നോക്കും. അതാണെങ്കിൽ എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് ഗോക്കുവിനോട് പറയും, ആദ്യമായിട്ടാണ് ഒരു ഹ്യൂമൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്, നിന്നെ കൊണ്ട് ഇതിനെങ്ങനെ കഴിഞ്ഞു, പക്ഷേ നീ ചെയ്തതിന് നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ പറഞ്ഞ് അവന്റെ ഫയർ പവർ അതങ്ങനെ ഗോക്കുവിന് നേരെ ആഞ്ഞു തുപ്പുവാണ്. ആ ഒരു ഫയർ പവർ അവിടെ മുഴുവൻ സ്പ്രെഡായി പൊട്ടി അങ്ങനെ തെറിക്കും. പുകയൊക്കെ അടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനെ നോക്കും. ഗോക്കുവിന്റെ പൊട്ടി പോലും അവിടെ കാണാനില്ല. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം, വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അവൻ പൊട്ടിച്ചിരിക്കും. ാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവന്റെ സ്ക്വാഡ് എടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആവുമ്പോഴായിരിക്കും അവന്റെ തൊട്ടു പുറകിൽ ആരുടെയോ ശബ്ദം കേൾക്കുക. അവൻ തിരിഞ്ഞു നോക്കും, സാക്ഷാൽ ഗോക്കു. ഗോക്കുവിനൊരു പോറിൽ പോലും പറ്റാതെ അവൻ അങ്ങനെ സിമ്പിളായിട്ട് നിൽക്കുകയാണ്. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ ആ മോൺസ്റ്റർ അവൻ ഞൊട്ടിയിടയിൽ ഫ്ലൈ ചെയ്ത് മുകളിലേക്ക് ഉയരും. നിന്നാൽ അപകടമാണ്, ഗോക്കു നിസ്സാരക്കാരനല്ല എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവന്റെ ആ ഒരു സ്റ്റിക്ക് അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവന്റെ പിന്നാലെ പോകും. ഗോക്കു മുകളിലേക്ക് ഉയർന്നു വരുന്നത് കണ്ട് അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മുകളിലേക്ക് എത്തിയ ഗോക്കു ആണെങ്കിൽ ഇപ്പോ കാമേ പവർ അതുപയോഗിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടി അവിടെ കിട്ടേണ്ട താമസം ഇവിടെ ആ മെയിൻ മോൺസ്റ്ററിന്റെ തല കുത്തരിക്കുന്ന വേദന ആൾക്ക് അനുഭവപ്പെടുകയാണ്. ആൾ അസ്വസ്ഥനാവുന്നത് കണ്ട് ഇപ്പൊ പേടകത്തിലുള്ള എല്ലാവരും ഇപ്പോ അതിനോട് കാര്യം അന്വേഷിക്കും. മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്റെ മകൻ മോൺസ്റ്റർ അവനും കൊല്ലപ്പെട്ടു, ഇവിടെ എന്താ സംഭവിക്കണേ എനിക്ക് മനസ്സിലാവുന്നില്ല, എത്രയും വേഗം എന്റെ മകൻ കൊല്ലപ്പെട്ട ആ സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം, എന്റെ മക്കളെ ഇല്ലാതാക്കിയവരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ ടെററാവുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് ആ ഉണ്ടപ്പന്റെ മുൻപിൽ നിൽക്കും. ഉണ്ടപ്പനാണെങ്കിൽ ടെൻസ്ഡ് ആവും. ഓ നോ, നീ എനിക്ക് തന്ന പ്രോമിസ് അത് പാലിച്ചില്ല, ഞാൻ അവനെ കഴിക്കാനായിട്ട് ഫയറൊക്കെ റെഡിയാക്കി വെച്ചതാണ്, പക്ഷേ എനിക്ക് അവനെ കിട്ടിയില്ല. അതിന് ഗോക്കു പറയും, സോറി, ആവേശത്തിന്റെ പുറത്ത് ഞാൻ എന്റെ ഫുൾ പവർ ഉപയോഗിച്ച് അവനെ തവിട് പൊടിയാക്കി, പക്ഷെ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ആ ഡ്രാഗൺ ബോൾ തരികയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന അടുത്ത മോൺസ്റ്ററിനെ ഉറപ്പായാലും ഞാൻ നിനക്ക് തരും. അത് കേട്ട് ഉണ്ടപ്പനാണെങ്കിൽ ഒരു സെക്കൻഡ് അവൻ കത്തിച്ചു വെച്ച ഫയറിലേക്കും പിന്നീട് അവന്റെ ഡ്രാഗൺ ബോളിലേക്ക് നോക്കും. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ പിലാഫ് ബീസ്റ്റിന്റെ പേടകം കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ ഗോക്കു ഉള്ള ലൊക്കേഷനിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ മെയിൻ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഫുൾ ടെററായിട്ട് എനിക്ക് എത്രയും വേഗം അവിടേക്ക് പോകണം, എന്റെ മക്കളെ ഇല്ലാതാക്കിയവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം, ആരായിരുന്നാലും അവർ ഞാൻ വെറുതെ വിടില്ല എന്ന് തീർത്തു പറയും. അത് കേട്ട ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ വീണ്ടും ആ ഒരു ഗ്ലോബില് അവരുടെ ലൊക്കേഷൻ നോക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് തന്നെ 3 ഡ്രാഗൺ ബോൾ ഉള്ള ഒരു ടീം വരുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോ ഈസ്റ്റ് പിലാഫ് ആണെങ്കിൽ ഇപ്പൊ മോൺസ്റ്റർ
മോൺസ്റ്ററിനോട് പറയും. അത് കേട്ട് അവൻ കൂടുതൽ ഷോക്കാവും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ മാസ്റ്റർ റോഷിയുടെ ആ പേടകം കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോ പേടകം ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഡ്രാഗൺ ബോളിന്റെ ലൊക്കേഷനിലേക്ക് പോകും. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതനുസരിച്ച് മാർഷൽ ആർട്സ് മാൻ ഇപ്പൊ അവരുടെ പേടകം അത് താഴേക്ക് കൊണ്ടുവരും. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ബാക്കിയുള്ളവരോട് പറയും, ഇവിടെ വെച്ചെങ്കിലും ഗോകുവിനെ അവനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പേടകം അത് പതിയെ ലാൻഡ് ചെയ്യിപ്പിക്കാനായി ശ്രമിക്കും. അടുത്ത നിമിഷം ചില മോൺസ്റ്റേഴ്സ് കാക്കകൾ ഒറ്റകളാണെങ്കിൽ ആ പേടകത്തെ വളഞ്ഞ് അറ്റാക്ക് ചെയ്യാണ്. അടുത്ത നിമിഷം കുഞ്ഞിപ്പയ്യൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഒറ്റകളെ ഫ്രീസ് ചെയ്ത് താഴേക്കിടും. പേടകം ബാറ്റ്സ്മാൻ വീണ്ടും ശ്രദ്ധയോടുകൂടെ ആ ഒരു ബേസിലേക്ക് അടുപ്പിക്കുകയാണ്. അതിനുശേഷം മാർഷൽ ആർട്സ് മാനും മാസ്റ്റർ റോഷിയും അവർ രണ്ടുപേരും പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ കുഞ്ഞിപ്പയ്യനോട് പറയും, ഞങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോവാണ്. നീ ഈ പേടകത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവണം, എവിടേക്കും പോകാനായിട്ട് പാടില്ല. അതിനാ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഓക്കെ പറയും. മാർഷൽ ആർട്സ് മാനും മാസ്റ്ററും അവർ രണ്ടുപേരും ആ ഗുഹയ്ക്ക് അകത്തേക്ക് പോകും. അവർ അല്പദൂരം മുൻപോട്ടേക്ക് എത്തുമ്പോൾ മാസ്റ്ററിന്റെ ദേഹത്ത് ഒരല്പം വെള്ളം വീഴും. മാസ്റ്റർ ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. അത് കേട്ട് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കും. മാസ്റ്റർ ആണെങ്കിൽ ചമ്മി ഐസായി മുകളിലേക്ക് നോക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് വെള്ളമാണ്, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞ് അവർ വീണ്ടും മുൻപോട്ടേക്ക് നടക്കാൻ ശ്രമിക്കുന്ന അതേ സമയം മാസ്റ്ററിന്റെ ദേഹത്തേക്ക് വലിയൊരു നെസ്റ്റ് വന്ന് വീഴുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ വീണ്ടും നിലവിളിക്കും. അത് കേട്ട് മാർഷൽ ആർട്സ് മാൻ ആൾ വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അവർ കാണും ആ നെസ്റ്റിൽ ഡ്രാഗൺ ബോൾ, 6 സ്റ്റാറുകളുള്ള ആ ഡ്രാഗൺ ബോൾ അതിപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അത് മാസ്റ്റർ റോഷിക്ക് കൊടുക്കും. വാവ്, അങ്ങനെ നമുക്ക് 4 എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇത് വളരെ ഈസി ആയിരുന്നു. ഇനി ബാക്കിയുള്ള 3 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായാലും മുട്ടപ്പനെ നമുക്ക് തിരികെ പിടിക്കാം. മാസ്റ്റർ ആണെങ്കിൽ ഒരു കാക്കയുടെ ഫെദർ എടുത്ത് കാണിക്കും. ഇത് പ്രൊട്ടക്ട് ചെയ്തിരുന്നത് കാക്കകളാണ്. സോ എത്രയും വേഗം നമുക്കിതിന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ഒരു കൂട്ടം കാക്കകൾ അവരെ ആക്രമിക്കുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഒരുപാട് കാക്കകളെ തകർത്ത് താഴെയിട്ട് ഉഷാറായിട്ട് ഓടും. മാസ്റ്റർ റോഷിയും അവന്റെ പിന്നാലെ ഓടുമെങ്കിലും കാക്കകളാണെങ്കിൽ മാസ്റ്റർ റോഷിയുടെ മൊട്ടത്തലയിൽ ആഞ്ഞു കൊത്തുകയാണ്. അത് കണ്ട നമ്മുടെ കുഞ്ഞിപ്പയ്യൻ അവന്റെ ക്യാപ്പ് അത് മാസ്റ്ററിന്റെ തലയിലേക്ക് വലിച്ചെറിയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പേടകത്തിലേക്ക് കയറി മാസ്റ്ററിനെ വിളിക്കും. മാസ്റ്ററും ജസ്റ്റ് മിസ്സിന് പേടകത്തിലേക്ക് കയറി ആ ഡോർ അടച്ച് അവിടെ നിന്ന് അങ്ങനെ സ്പീഡിൽ പോവുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ 4 എണ്ണം കണ്ടെത്തി കഴിഞ്ഞു. ഇനി 3 എണ്ണം കൂടെ കണ്ടെത്താൻ ബാക്കിയുണ്ട്. പയ്യനാണെങ്കിൽ റഡാർ ചെക്ക് ചെയ്യും. അടുത്ത ഡ്രാഗൺ ബോൾ ലൊക്കേഷൻ അത് അവൻ കണ്ടെത്തി കഴിഞ്ഞു. അവൻ ആ ലൊക്കേഷൻ ഇപ്പൊ മാർഷൽ ആർട്സ് മാനോട് പറയും. അവൻ അവിടേക്ക് ഡൈവേർട്ട് ചെയ്യും. 4 ഡ്രാഗൺ ബോൾസ് വലിയ എഫേർട്ട് കൊടുക്കാതെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അടുത്ത ഡ്രാഗൺ ബോൾസ് അത് ശരിക്കും നിർണായകം തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ആ മോൺസ്റ്റേഴ്സിന്റെ തൊട്ടടുത്തെത്താം. അവറ്റകൾ ഹ്യൂമൻ ബീങ്സിനെ കഴിഞ്ഞും വളരെ പവർഫുൾ ആണെന്ന് ഇപ്പൊ മാസ്റ്റർ പറയും. അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, തീർച്ചയായിട്ടും നമ്മുടെ പവറിന് മുൻപിൽ നമ്മൾ അതിനെ ഡിഫീറ്റ് ചെയ്യിപ്പിക്കും. മൊട്ടപ്പനെ കൊന്നതിന് നമ്മൾ അതിനോട് പകരം ചോദിക്കും. മൊട്ടപ്പന്റെ ലൈഫ് അത് ഈ ഡ്രാഗൺ ബോൾസിലൂടെ തന്നെ നമ്മൾ തിരികെ പിടിക്കും. ഒരു വിഷ് അത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഡ്രാഗൺ ബോൾ അത് ഓരോ ഭാഗത്തേക്ക് സ്കാറ്റേഡായി തെറിച്ചു പോവില്ലേ? അതിന് മാസ്റ്റർ പറയും, അതെ, പക്ഷെ 3 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും പഴയതുപോലെ ഡ്രാഗൺ ബോൾസ് ആയി മാറും. അപ്പോൾ അത് ഉപയോഗിച്ച് അടുത്ത വിഷ് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. കട്ട് ചെയ്ത ഇവിടെ പിലാഫ് വില്ലൻ അവനാണെങ്കിൽ ടെൻഷനാവും. ഇപ്പൊ 4 ഡ്രാഗൺ ബോൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. ആരോ അത് നമുക്ക് മുൻപ് കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് ആ മോൺസ്റ്റർ ആണെങ്കിൽ ടെററായി അവന്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ അത് എടുത്ത് കാണിക്കും. അവർ 6 ഡ്രാഗൺ ബോൾ കണ്ടെത്തട്ടെ, അതിനുശേഷം 7ാമത്തേതിന് അവർ എൻ്റെ അടുത്തേക്ക് വരും. അവിടെ വെച്ച് ഞാൻ അവരോട് പകരം ചോദിക്കുമെന്ന് ആളങ്ങനെ ടെററായിട്ട് പറയും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഉണ്ടപ്പനും ഗോകുവും. ഉണ്ടപ്പനാണെങ്കിൽ വിശന്ന് കുറച്ച് പുല്ലൊക്കെ പറിച്ച് തിന്നാണ്. അതിനുശേഷം അവൻ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് ഈ ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് ഇനി മോൺസ്റ്റേഴ്സ് വരുമെന്ന്, എന്നിട്ട് ആരെയും ഇപ്പൊ കാണാനില്ലല്ലോ. അതിന് ഗോകു ആണെങ്കിൽ ആകാശത്തേക്ക് നോക്കി വീണ്ടും അവന്റെ റഡാർ എടുത്ത് ചെക്ക് ചെയ്യാണ്. അപ്പൊ അവൻ കാണും മറ്റൊരു ഡ്രാഗൺ ബോൾ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോകു ഉണ്ടപ്പനാണെങ്കിൽ ശബ്ദം കേട്ട് ഇപ്പൊ മുകളിലേക്ക് നോക്കും. അപ്പൊ അവര് കാണും ആ പിലാഫ് വില്ലന്റെ ആ ഒരു വലിയ പേടകം അത് താഴേക്ക് വരികയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഒരു മോൺസ്റ്ററിനെ കാണിക്കും. അതാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ ഉണ്ടപ്പനെ കണ്ട് അങ്ങനെ ടെററായി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.